ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങൾ. അച്ചീവ്മെന്റിന് തടസ്സമായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? 14 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ തയ്യാറാണോ? നമ്മളല്ല നമ്മളെ റാങ്ക് തീരുമാനിക്കുന്നത്, അത് മാറ്റിയെടുത്തേ പറ്റൂ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, SK ആണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ആരാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. അതിന് ഒന്നാം ഭാഗമായിരുന്നു ഇന്നലെ പറഞ്ഞത്. അതിൽ പറഞ്ഞത് നിങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിസിഷ്യൻ എന്നുള്ളതിലേക്കാണോ, എഞ്ചിനീയർ എന്നുള്ളതിലേക്കാണോ, റിലേറ്റഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി, സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടും ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാവുന്ന ഒരു സയന്റിസ്റ്റ് ആവാവുന്നതിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ്. രണ്ടാമത്തെ ഫാക്ടർ, റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങൾ, യു. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏത് കുട്ടിയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയാണ് കുട്ടികളൊക്കെ പറയുക, ഒന്ന് എഴുതിയുണ്ട്, ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെറുതെ പോയിട്ട് ഒന്ന് എഴുതി നോക്കാം, കിട്ടേച്ചാ കിട്ടട്ടെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ട സാധനങ്ങളൊന്നുമല്ല നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണത്. മെഡിക്കൽ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, കാഷ്വൽ ആയിട്ട് എഴുതുന്ന ആൾക്കാർക്ക് കിട്ടാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതല്ല. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 1% വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ 99% കിട്ടാത്ത ഒരു പരീക്ഷ. 1,00,000 കുട്ടികൾ പരീക്ഷ വന്നു. ഇന്ത്യയിൽ 25 ലക്ഷം 22 ലക്ഷം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ എഴുതിയിട്ട് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ സീറ്റ് എന്ന് പറയുമ്പോഴേക്കും 8000 സീറ്റുകൾ. കേരളത്തില് നമ്മൾക്ക് ഗവൺമെന്റ് കയ്യിലുണ്ടാവുന്നത് 1500 സീറ്റ്. അതിനുള്ളിൽ തന്നെ റിസർവേഷൻ മാറ്റിയിട്ട് ജനറൽ മാത്രമായിട്ടാണ് നോക്കണമെങ്കിൽ 800ന്റെ അടുത്ത് ഒരു സീറ്റ്. ഇത്തരം വളരെ കഠിനമായ ഒരു പരീക്ഷയാണ് ഈ നിങ്ങൾ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, എഞ്ചിനീയറിംഗ് കേരളത്തിൽ 119 എഞ്ചിനീയറിംഗ് കോളേജുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാൻ എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ഇപ്പൊ തന്നെ എന്ന് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന ഇഷ്ടംപോലെ കോളേജുകൾ ഉണ്ടായിരിക്കും. പക്ഷേ കോഴ്സ് കഴിയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ള എഞ്ചിനീയറിംഗ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും മികച്ച കോളേജിൽ എത്തേണ്ടി വരും. അത് NIT-കളിലോ IIT-കളിലോ എത്തുക എന്ന് പറയുന്നത് മെഡിസിൻ കിട്ടേണ്ട അത്ര തന്നെ ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കാഷ്വലായിട്ട് വെറുതെ എഴുതിയാൽ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലിരുന്നിട്ട് ഒരു പേജ് എഴുതി ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ അച്ചീവ്മെന്റിന് തടസ്സമായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് എന്ന് എഴുതി വെച്ചാൽ അത് ഓരോന്നായിട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊരു ഇൻട്രോസ്പെക്ഷൻ, ഉള്ളിലേക്ക് നോക്കുക എന്നതിന് പറയാ. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അച്ചീവ്മെന്റ് എന്തൊക്കെ തടസ്സമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതില് 14 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ തയ്യാറാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുന്നത് നല്ല ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എക്സാമിനേഷൻ നിങ്ങൾ നന്നായി പഠിച്ച പരീക്ഷയിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നന്നായിട്ട് പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് മാർക്ക് കുറയും, അല്ലെങ്കിൽ റാങ്ക് കുറയും. ഇതിന്റെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രത്യേകം എന്താണെന്നറിയോ? നമ്മളല്ല നമ്മളെ റാങ്ക് തീരുമാനിക്കുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് 10 ആൾക്കാർ വേറെ പഠിച്ചിട്ടുണ്ട്, എങ്കിൽ എന്റെ റാങ്ക് 11 ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ റാങ്ക് തീരുമാനിക്കുന്നത് എന്റെ പെർഫോമൻസ് മാത്രം വെച്ചിട്ടല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് അതുകൂടെ കണക്കിലെടുക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഈ പരീക്ഷ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതൊക്കെ ചീത്ത സ്വഭാവങ്ങളുണ്ട്? അതിൽ ആദ്യത്തത്, തുടർച്ചയായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള മിടുക്ക്, അത് നിലനിർത്തുക. 2, സ്ട്രെസ് ഫ്രീ ആയേ പറ്റൂ. നിങ്ങൾക്ക് ഇതിൽ ടെൻഷൻ ഉണ്ടായിരിക്കും, സ്ട്രെസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വീട്ടിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതൊക്കെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഡോക്ടറെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യണം. എഞ്ചിനീയറിനെ ഏറ്റവും മികച്ച എഞ്ചിനീയർ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാധിക്കാത്ത ഒരാൾ. നിങ്ങൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ OP നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരിക്കും. അതൊന്നും ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ അതൊന്നും അഡ്രസ് ചെയ്യാൻ ആ സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഞാൻ കുറച്ച് ടെൻസ്ഡ് ആണ്, എനിക്ക് കുറച്ച് പേടിയാണ്, അത് മാറ്റിയെടുത്തേ പറ്റൂ. അത് ഇടയ്ക്കിടയ്ക്ക് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. സെൽഫ് സജഷൻ എന്നാണ് അതിന് പറയുക. ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ആ ഭാഗം അനാവശ്യ കാര്യങ്ങൾ ആലോചിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മാറ്റിയെടുക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പലപ്പോഴും നല്ല 90% ഹോസ്റ്റലിലേക്കാണ് പോവുക. ഈ ഹോസ്റ്റൽ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ, നമ്മളെ മനസ്സിലാ നിറം സിനിമയിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെ പല പല കളറും ഭയങ്കര പാട്ടും പ്രായം തമ്മിൽ മോഹം നൽകി പാട്ടുകളൊക്കെയോ നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടാവുക. പക്ഷേ റിയൽ ഹോസ്റ്റൽ അത് അടൂരിന്റെ സിനിമയായിരിക്കും. റേസിന്റെ ഹോസ്റ്റലൊക്കെ രാത്രി 11 മണിക്ക് കിടക്കാം, അല്ലെ 12 മണിക്ക് കിടക്കാം, രാവിലെ 5 മണിക്ക് എണീക്കണം, അല്ലെ 6 മണിക്ക്. അത് ആ കിടക്കുന്നതിനനുസരിച്ച് എണീറ്റിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു അരമണിക്കൂറിനുള്ള സ്റ്റഡി ഹാളിൽ എത്തിയിരിക്കണം.
അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന വരെ സ്റ്റഡി ഹാളിൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയും സ്റ്റഡി ഹാളിൽ, അത് കഴിഞ്ഞ് ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 1 മണിക്കൂറോ മറ്റോ ബ്രേക്ക് കിട്ടും, നേരെ നിങ്ങൾ സ്റ്റഡി ഹാളിലേക്ക് തിരിച്ചെത്തുന്നു, രാത്രി 11 മണി വരെ സ്റ്റഡി ഹാളിൽ ഇരിക്കുന്നു. ഇത് 365 ദിവസം അങ്ങനെ തന്നെയാണ്. വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു ഹോസ്റ്റൽ സമ്മതിക്കില്ല. റീസെന്റ് ഹോസ്റ്റൽ മാത്രമല്ല, ഒരു ഹോസ്റ്റൽ സമ്മതിക്കുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ സമയം തീരുമാനിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞില്ല, നിങ്ങളുടെ വീട്ടിലെ രാജ്ഞിയായിരിക്കും അല്ലെ രാജാവായിരിക്കും. നിങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അവിടെ ഫുഡ് ഉണ്ടാക്കിണ്ടാവുക, നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ചിക്കനും ഗീ പ്രിപ്പറേഷൻ അല്ല വേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറയണ്ടായിരിക്കും. ഹോസ്റ്റൽ അതൊന്നും നടക്കില്ല. ഹോസ്റ്റൽ വീടല്ല. ഹോസ്റ്റൽ ഒരു മെനു ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് കഴിക്കേണ്ടി വരും, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഹോസ്റ്റൽ കമ്മ്യൂണിറ്റി ലൈഫാണ്. ഒരു റൂമിൽ 4 പേരുണ്ടായിരിക്കും അല്ലെ 2 പേരുണ്ടായിരിക്കും. അവിടെ എന്റെ സ്വന്തം റൂമിൽ ഇത്ര കാലം സുഖമായി താമസിച്ചിരുന്ന ഞാൻ എന്നുള്ള ഫീലിംഗ് ഒക്കെ മാറ്റേണ്ടി വരും. അല്ലെങ്കിലും ആ ഞാൻ എന്നുള്ളത് മാറ്റുന്നതിന് വേണ്ടി വരും. ഞാനൊന്നും ഒരു പ്രസക്തിയില്ല. എൻട്രൻസ് കമ്മീഷണർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, അതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ സമയത്ത് നോക്കൂ, ആ സമയത്തായിരുന്നു അതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോട്, ഏതെങ്കിലും ഡോക്ടറോട് നിങ്ങൾ പോയിട്ട് ഡോക്ടർക്ക് സുഖാണോ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഡോക്ടർ അസുഖം മാറിയതിനു ശേഷം ഡോക്ടറെ കണ്ടിട്ട് താങ്ക് യു ഡോക്ടർ എന്ന് പറയാറുണ്ടോ? ബാക്കിയൊരു കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് എത്ര സ്ഥലങ്ങളിൽ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി താങ്ക്സ് പറയാറുണ്ട്. നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അസുഖമുള്ള സമയത്ത് മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ജോലിയാണ്. അത് ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു വാർഡൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് തോക്കെടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കേരളത്തിൽ ഉണ്ടാവില്ല. ഞെട്ടിച്ച് കൊന്നൊന്നുമല്ല അവിടെ പരിപാടി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്ന കുട്ടികളാണെന്നാണ് ആദ്യം അസ്യൂം ചെയ്യുന്നത്. പറ്റിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഒരു ഫോൺ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊന്നും പിടിക്കാൻ അവിടെ മെറ്റൽ ഡിറ്റക്ടറായിട്ട് ആരും നടക്കുന്നില്ല. സെൽഫ് ഡിസിപ്ലിൻ ആയേ പറ്റൂ. ഞാൻ ഒരു വർഷത്തിന് ഇതൊക്കെ മാറ്റിവെക്കാൻ പോവാണ്. ഇത്തരം സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പഠിത്തം ഒരു വർഷത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സ്ട്രെസ് ഫ്രീ ആണ്. മാത്രമല്ല, ഓരോ പരീക്ഷയും നന്നായി നിങ്ങൾ ചെയ്യും. മോശമായി ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാനിത് മോശമായി ചെയ്തു എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ തെറ്റെന്താണ് എൻ്റെ അടുത്ത് പറ്റിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് അടുത്ത പ്രാവശ്യം പരിഹരിക്കാം. അതല്ലാണ്ട് ഈ റിസൾട്ട് ഉടനെ വീട്ടിലേക്ക് പോകും. കാരണം നിങ്ങൾ എഴുതിയൊരു പരീക്ഷ വാല്യൂ ചെയ്തിട്ട് ആദ്യം പേരൻസിനായിരിക്കും നിങ്ങൾ മെസ്സേജ് കൊണ്ടുപോവുക. ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അച്ഛനെ കിട്ടിയിട്ടുണ്ടാവുന്നത്. പിന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഉടനെ തന്നെ നല്ലൊരു കരച്ചിലും ഒക്കെ കരഞ്ഞ് എനിക്കിത് പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പേരന്റ് ഒരു സമാധാനിപ്പിക്കലാണ്. കുഴപ്പമില്ല മോളെ, കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ പേരൻസിന് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളാണ് ഡോക്ടർ ആവാണ്ടിരിക്കുക. നിങ്ങളുടെ മോഹമാണിത്. നിങ്ങളുടെ മോഹമാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണേ നിങ്ങളുടെ മോഹമാണ്. അതിന് നിങ്ങൾ പ്രാപ്തരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും ഒരു പേഴ്സണ് നന്നാവാൻ നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ആ സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആവുക, തെറ്റുകൾ തിരുത്തുക, ആ തിരുത്തുന്നത് നന്നായി ചെയ്തു കൊണ്ടുപോവുക എന്ന് വിചാരിക്കുക. ഇത് ആ ഓരോ തെറ്റും തിരുത്തി ഞാൻ ശരിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ ഹോം സിക്ക് ആണ്, എനിക്ക് എന്റെ വീട്ടിലെ ഫുഡ് വേണം, ഒരു കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള ഇഷ്ടംപോലെ ജോലികൾ നല്ലതുണ്ട്, അത് ചെയ്യാം. ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക്, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രൊഫഷനിലേക്ക് പോവാണ്. ഒരു ഡോക്ടർ വീട്ടിലിരുന്നിട്ട് അയാളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ഡോക്ടർ അല്ലാണ്ട് ആവുന്നില്ല. ബാക്കി പല ആൾക്കാർക്കും എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ അയാൾ ആ ജോലിയിലല്ല. നിങ്ങളുടെ പി ജി ആവട്ടെ, നിങ്ങളുടെ പി ജി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പലപ്പോഴും DM പോവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക്. അതൊക്കെ ഇതിന്റെ കൂടെ നടക്കും. അതൊക്കെ ഇതിന്റെ കൂടെ കല്യാണം നടക്കും. അതിനിടയ്ക്ക് കുട്ടികളുണ്ടാവും. നിങ്ങൾ എല്ലാ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ M.Tech ചെയ്യും, നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. കാരണം നിങ്ങൾ നല്ല കമ്പനിയിലാണ് അവിടുത്തെ ഏറ്റവും മിടുക്കനാവണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മിടുക്കന്മാരുടെ ഏരിയയാണ്. അവിടേക്ക് കടന്നു വരുമ്പോൾ 1% ആണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത. ആ സമയത്തൊന്ന് മനസ്സിലാക്കിക്കോളൂ. അത് 100% ആക്കണമെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറായിരിക്കണം. ആറ്റമിക് ഹാബിറ്റ്സ് ബുക്കിൽ പറയുന്നത് പോലെ കുറേശ്ശെ നിങ്ങൾ നന്നായിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നന്നായിക്കൊണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി ഒന്നും എത്തിക്കുക എന്ന് വിചാരിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം. പല കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ എനിക്ക് 99% മാർക്ക് ഉണ്ട്, എൻട്രൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ? ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട് 70% മാർക്കല്ലോ എൻട്രൻസ് കിട്ടാൻ തയ്യാറാണ്, കിട്ടുമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു എന്നുള്ള ഒരു ഇഷ്യൂവേ അല്ല, നിങ്ങൾ ഇനി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് കുറയാൻ 2 കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവിചാരിതമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, വല്ല മരണമോ റിലേറ്റീവ്സിന്റെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സിസ്റ്റം ഇല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ശരിക്കും ആലോചിക്കണം. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ, മാറാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ റിപ്പീറ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സിന് കടന്നു വരാവൂ. നോക്കൂ, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ തുടർച്ചയായിട്ട് തള്ളിക്കൊണ്ടിരിക്കും. അതൊരു സംശയമില്ല. 70% കുട്ടി, 60% കുട്ടി എൻട്രൻസ് വാങ്ങി. അതിന്റെ അർത്ഥം എല്ലാ കുട്ടികളും ഇങ്ങോട്ട് പോകുന്നോളും, ഞങ്ങൾ എൻട്രൻസ് വാങ്ങി തരാനായിരിക്കും. അത് കേട്ടിട്ടായിരിക്കും നമ്മൾ പോകണ്ടാവുക. ആർക്കും നിങ്ങൾക്ക് ഒന്നും നേടിത്തരാൻ പറ്റില്ല. ആർക്കും നേടിത്തരാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ വാങ്ങി തരാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ എൻട്രൻസ് കോച്ചിങ് സെന്ററും കുട്ടികൾക്ക് എൻട്രൻസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പഠിപ്പിക്കേണ്ടാവുക. വ്യത്യാസം, നിങ്ങൾ മാറാൻ തയ്യാറാണോ? നിങ്ങൾ മാറുമ്പോൾ
നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിന് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം. മാറ്റം നിങ്ങളുടെ ഭാഗത്താണ് വേണ്ടത്. ബാക്കി എല്ലാ കുട്ടികളും ഒരേ മാതിരി എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുക, ഒരു കുട്ടിയെ മാത്രമായിട്ട് വേറെ പഠിപ്പിക്കുന്നില്ലല്ലോ. എന്നിട്ടും ചില ആൾക്കാർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് അത് ആ കുട്ടി ഇന്റലിജന്റ് ആയതുകൊണ്ടോ ഭയങ്കര പുലിയാണ് അങ്ങനത്തെയുള്ള വാക്ക് അതുകൊണ്ടൊന്നല്ല, ആ കുട്ടി സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്ന് മാത്രമാണ് കാര്യം. അത് 1% ഇൻസ്പിറേഷൻ 99% പേഴ്സ്പിറേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ വിയർപ്പാണ് നിങ്ങളുടെ റാങ്ക്. ഒരു സംശയ കാര്യത്തില്ല. വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, സാമ്പത്തികമായിട്ട് നിങ്ങൾ അത്രത്തോളം സേഫ് ആയിക്കൊള്ളുന്നില്ല. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുമ്പോൾ ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോൾ പേരൻസ് അടയ്ക്കുമ്പോൾ അവർ കുറച്ച് കഷ്ടപ്പെടുന്ന നിങ്ങൾ അറിയുണ്ടാവും. ഒറ്റ കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞ ലക്ഷം പേടിക്കേണ്ട, ഞാൻ നല്ലൊരു പൊസിഷനിലെത്തും. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലൊക്കെ നിങ്ങൾ പഠിച്ചോളാം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടിട്ട് ഇത് മുഴുവൻ ഇത്രത്തോളം എളുപ്പമാണ്. ചില ആൾക്കാർക്ക് പറയാം വന്നുകിട്ടിരുന്നോളൂ, ഈ പണ്ട് ആ സിനിമയിൽ പറഞ്ഞില്ലേ അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം അത്ര മതി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എൻട്രൻസ് കിട്ടുന്നൊക്കെ പറയും. അതൊക്കെ വെറുതെ പറയാണ്. എൻട്രൻസ് കിട്ടി ഒരു കുട്ടിയോട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ 5ാം ക്ലാസ്സിലെ സിലബസ് ഭയങ്കര ടഫാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും തോന്നുന്നുണ്ടാവുക? അതേ ഒരു തോന്നലായിരിക്കും നിങ്ങൾ ഇപ്പൊ MBBS കിട്ടുന്ന ഒരു കുട്ടിയോട് എന്നിട്ട് പറയാ 12ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ സിലബസ് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾ മൂലയ്ക്ക് വിളിച്ചുകൊണ്ട് 2 കൊണ്ട് തരും. കാരണം എഞ്ചിനീയറിംഗിന് 64 പേപ്പറാണ്, മെഡിസിന് പിന്നെ എല്ലാ ദിവസവും പരീക്ഷയാണ്. അതിന്റെ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റേണൽ ആണ്. അങ്ങനത്തെ പരീക്ഷ തോൽപ്പിക്കാൻ കാതോർത്തിരിക്കുന്ന ആൾക്കാരാണ് അവിടെ, കൈ ഓങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ഡോക്ടർമാരെന്ന് വെച്ചാൽ നിങ്ങളെ പ്രോസസ്. അല്ലാണ്ട് പാസ് ആയിക്കോട്ടെ കുട്ടി പാവല്ലേ എന്ന് വിചാരിക്കില്ല. 1 മാർക്കിനാണ് തോൽപ്പിക്കുക, അങ്ങനെ തോൽപ്പിച്ച് കൈ തരും. അതുകൊണ്ട് ഏതെങ്കിലും കുട്ടിയോട് നിങ്ങൾ എൻട്രൻസ് വളരെ എളുപ്പത്തിലായിരുന്നു വാങ്ങിയതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. ഒരു കുട്ടിയും അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവില്ല. നല്ലോണം ഇത് മക്കളെ കഷ്ടപ്പാടാണ്. അതിന് അനുസരിച്ച് മനസ്സ് തയ്യാറാക്കി അതിനനുസരിച്ച് വരിക. അല്ലാണ്ട് ഇവിടുന്ന് എന്തെങ്കിലും മാജിക് തരുന്നും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രം അങ്ങോട്ട് പറഞ്ഞു തരും, അതങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എൻട്രൻസ് കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. റേസ് പോലെ സ്ഥലങ്ങളൊക്കെ ടോട്ടൽ സപ്പോർട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അക്കാഡമിക്കലി നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും തരും. പക്ഷെ കാര്യമുണ്ട്, പഠിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കുക. എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ മുഴുവനും എഫേർട്ടാണ്. ആ വർഷത്തെ ടോട്ടൽ എഫേർട്ട് അടുത്ത വർഷം മെയ് അവസാനം വരെ ഞാൻ കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുപോകും. ഒരു തരത്തിലും ടെൻഷൻ ആവില്ല. വീട്ടുകാരെ വിളിച്ച് കരഞ്ഞിട്ട് അവരെയും കൂടി ടെൻഷൻ ആക്കുക, അതും ചെയ്യില്ല. ഞാൻ ഓരോ ദിവസവും എന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കും, അത് തിരുത്തും. റിവിഷൻ ആണ് ഇതിന്റെ മന്ത്രം. തുടർച്ചയായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങളുടെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതാണ് MBBSന്റെ സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. വളരെ കുറച്ച് ചെറിയ സിലബസ് ആണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ആ ഫിസിയോളജി എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഇയറിന്റെ എനിക്ക് തോന്നുന്നു 3 ഭാഗമായിട്ട് തിരിച്ചാൽ 2 പാർട്ടാണ് ഫിസിയോളജി എന്ന് പറഞ്ഞ പുസ്തകം ബയോളജിയിൽ ഉണ്ടാവുക. അതേസമയത്ത് മെഡിക്കൽ ഫിസിയോളജി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് അട്ടിക്ക് വെക്കുന്ന പുസ്തകങ്ങളാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുക. അത് ഓരോ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം തന്നെ ഒരു പുസ്തകമായിരിക്കും. അത് നിങ്ങൾക്ക് അടുത്ത വേണ്ട പഠിച്ചുണ്ടാക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൽ ഒന്നും പഠിക്കാനില്ല. ആകെ അന്ന് എന്ത് ചോദിച്ചാലും പറയാവുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തുക. മാത്രമല്ല ഞാൻ ഇനി ഈ ഒരു വാക്കെന്താണെന്നറിയോ, ഔട്ട്സ്റ്റാൻഡിങ് ആവുക എന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആവുക വെച്ചാൽ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കുട്ടികളിൽ നിന്ന് ഉയർന്ന് മാറി നിന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയാവാൻ തയ്യാറാണെന്ന് വരികയാണെങ്കിൽ കണ്ണടച്ച് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചോളൂ. എൻട്രൻസ് എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾക്ക് 50%, 60, 70, 90 ഒന്നുമല്ല. നിങ്ങൾക്ക് വേറെ കുറെ സൗകര്യങ്ങൾ വേണം. നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളാണ്. അയ്യോ അതും പ്രശ്നം ഇതും പ്രശ്നം. പേരൻസിനെ കാണാൻ, അച്ഛനെയും കാണാൻ, അമ്മയെ കാണിച്ചാൽ 99% മാർക്ക് ഉണ്ട് എന്നുള്ളത് അതിനൊരു ക്രൈറ്റീരിയ അല്ല. നിങ്ങൾ മാറിയേ പറ്റൂ. അങ്ങനത്തെ മാറിയ കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറായ കുട്ടികൾ വേണം. റിസൾട്ട് 100% ഉറപ്പാണ്. ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നാളെ എങ്ങനെയാണ് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരാം. താങ്ക് യു വെരി മച്ച്.